ഹലോ 2025 ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ എൻ്റെ. സത്യം പറഞ്ഞാൽ എനിക്ക് മടിയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്നെങ്കിൽ ഇവിടെ കറണ്ട് ഉണ്ടാവില്ല, എൻ്റെ ഫോണിൻ്റെ ചാർജ് തീരാറായി ഉണ്ടാവും, അങ്ങനെ എടുക്കലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് ഒരു കുട്ടി, കൊച്ചെന്ന് വിളിക്കാൻ ചിലവർക്ക് ഇഷ്ടാവില്ല, അതുകൊണ്ട് ഞാൻ കുട്ടി എന്ന് പറയാം. പേരൊരു കുട്ടി. ഞാൻ 2 ദിവസം വീഡിയോ ഇട്ടില്ല കേട്ടോ. അപ്പോൾ ആ കൊച്ചെനിക്ക് മെസ്സേജ് അയച്ചു, സുഖല്ലേ, എന്താ വീഡിയോസ് ഇടാത്തതെന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ. നമ്മളെ ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ, ഒരു ദിവസം ഒരു വീഡിയോ കണ്ടില്ലെങ്കിൽ നമ്മളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടല്ലോ എന്നൊരു അന്വേഷിക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നൊരു ഇതുണ്ട് കേട്ടോ എനിക്ക്. പിന്നെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവർക്കും പുതിയ വർഷം തുടക്കം? ഞങ്ങൾക്ക് അത്ര വലിയ, ഞങ്ങൾക്കല്ല, എനിക്ക് വലിയ ഒരു നല്ല ഒരു ഇതല്ലായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊരു നായി ഉണ്ടായിരുന്നു, ജിമ്മി എന്നവൻ്റെ പേര് കേട്ടോ. അവൻ ചത്തുപോയി എന്നല്ലേ പറയുക, മരിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് നമ്മൾ ലഞ്ച് ഉണ്ടാക്കാൻ തുടങ്ങുന്നത് കേട്ടോ. അരി അടുപ്പത്തിട്ടിട്ടുണ്ട്, അല്ല ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് വേവണ അരിയാണ്, അതുകൊണ്ട് ഒന്ന് തിളച്ച ആവും. പിന്നെന്താ, പിന്നെ കൂൺ ഫ്രൈ വെക്കണമെന്ന് ഉണ്ട്. പക്ഷെ കൂൺ നന്നാക്കാൻ കുറച്ച് പാടാണ്, എന്നാലും നമുക്ക് വെക്കാം, തിന്നണ്ടേ. പക്ഷെ ഇവിടെ നല്ല കൂണിനൊക്കെ നല്ല റേറ്റ് കുറവാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പാക്കറ്റ് കൂണിനൊക്കെ നല്ല റേറ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ അങ്ങനെ മേടിക്കാറില്ല, പുറത്ത് പോകുമ്പോൾ കണ്ടിട്ടുണ്ട്. കൂൺ റെഡിയാക്കാം. കൂൺ ഞാൻ അന്ന് ചാറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, തേങ്ങയൊക്കെ അരച്ചിട്ട്. അതിൻ്റെ ടേസ്റ്റ് എൻ്റെ വായിൽ പോയിട്ടില്ല. അത് വെക്കണമെന്നുണ്ട്, പക്ഷെ ഇവിടെ കറണ്ടൊന്നുമില്ല, അതുകൊണ്ട് അങ്ങനത്തെ തേങ്ങ അരച്ച പരിപാടിയൊന്നും വെക്കാൻ പറ്റില്ല. തേങ്ങ അരച്ച സംഭവങ്ങളൊന്നും വെക്കാൻ പറ്റില്ല. ഇവിടെ എപ്പോഴും കറണ്ട് പോക്കാണ്. എൻ്റെ ഫോണിലത്തെ ചാർജ് ആണെങ്കിൽ പകുതി ആവാറായി. ഞാൻ എപ്പോഴും നേരത്തെ എണിച്ച് ചാർജ് ചെയ്യാൻ വെക്കും. ഉമേശേട്ടൻ എണിക്കുമ്പോൾ ഉമേശേട്ടനോട് വെക്കാൻ പറയും. ഇതാദ്യമൊന്നും എനിക്ക് നേരാക്കാൻ അറിയില്ലായിരുന്നു. ഇപ്പം എനിക്ക് നേരാക്കാൻ അറിയാം കേട്ടോ. ഒരു വട്ടം ചെയ്താൽ പിന്നെ നമുക്ക് പഠിക്കുന്നതാണല്ലോ. നൈനുവിന് നേരാക്കാൻ അറിയാം, നൈനുവിനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇത് ഇപ്പം അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവള്. അത് കൂണ് കണ്ട, മഷ്റൂം തിന്നാൻ പറ്റില്ല കേട്ടാ, എനിക്ക് തിന്നാൻ പറ്റില്ല. ഞാൻ കൂണൊക്കെ ആദ്യമായിട്ട് കേട്ടോ വൃത്തിയാക്കണത്. നമ്മൾ തനിയെ താമസിക്കുമ്പോഴാണ് നമ്മളെല്ലാം ഇങ്ങനെ പറയണ കേട്ടിട്ടില്ലേ, അതുപോലെ നമ്മളിങ്ങനെ പഠിക്കും. തനിയാകുമ്പോൾ എല്ലാം ചെയ്യാൻ പഠിക്കും. എനിക്കാദ്യം ഇങ്ങനെ നമ്മൾ പഠിക്കണ സമയത്ത്, കോളേജിൽ പഠിക്കണ സമയത്തേക്കില്ലേ, ഇങ്ങനെ ചെറിയ തോരനില്ലേ, ഉപ്പേരി, അതൊക്കെ വെക്കാറിയാം കേട്ടോ. അല്ലാതെ ഈ സാമ്പാർ, ചിക്കൻ, അതൊന്നും അറിയില്ല എന്നല്ല, നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. പക്ഷെ നമ്മൾ തനിയാകുമ്പോഴാണ് ഇതൊക്കെ ഞാൻ പഠിച്ചത്. ഈ തോരനൊക്കെ വെക്കണേക്കാൾ എത്രയോ ഈസിയാണല്ലേ ഈ ചിക്കനും സാമ്പാറൊക്കെ വെക്കാണെന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കൂണില്ലേ, നമ്മൾ കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് ഇതാക്കുന്നുണ്ട് കേട്ടോ, തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നല്ല വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ നമ്മളിന്ന് തൈര് വെച്ചിട്ട്, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടോ കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക്, അതിലേക്ക് കൂടുതൽ പച്ചമുളക്, കറിവേപ്പില, കായപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അതിലേക്ക് നമ്മൾ അതിലേക്കില്ല, എന്നിട്ട് കട്ട തൈര് എടുക്കുക. കട്ട തൈരിൻ്റെ മേലേക്ക് ഈ നമ്മളിത് ഉണ്ടാക്കി വെച്ചില്ലേ, അതും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുറേ എരിവും, കുട്ടികൾക്കൊന്നും പറ്റും തോന്നില്ല, കാരണം നല്ല എരിവുണ്ട് കേട്ടോ. നമുക്ക് എരിവിനനുസരിച്ച് മുളക് മുറിച്ചിട്ടാൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. കറികളൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ഇതും ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ കൂൺ ഫ്രൈ ആട്ടോ ചെയ്യുന്നത്. എനിക്ക് കൂൺ ചാറ് കറി വെക്കണം എന്നുണ്ട്, പക്ഷേ ഇവിടെ കറണ്ടില്ല. ഇവിടെ എപ്പോഴും തണുപ്പാകുമ്പോൾ കറണ്ട് പോത്രേ, എപ്പോഴും ഇവിടെ കറണ്ട് പോക്കാണ് കേട്ടോ. എൻ്റെ ഫോണിൻ്റെ ചാർജാണെങ്കിൽ തീരും. ഇപ്പോഴും ഇവിടെ കറണ്ടില്ല, രാവിലെ തൊട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴാണ് എൻ്റെ ഫോൺ ഓഫായി പോകാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഉച്ചയായപ്പോൾ കുറച്ച് വെയിൽ വന്നിട്ടുണ്ട്. ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് നല്ല വെയിലുണ്ട്. ഇവിടെ വന്നാ തണുപ്പ് കുറച്ച് കുറവുണ്ട്. ഇന്നെന്താണെന്നറിയില്ല, നല്ല വെയിലുണ്ട്. ഇന്നലൊക്കെ തണുത്ത് മറച്ചിരിക്കായിരുന്നു ഞങ്ങൾ കേട്ടോ. കുഞ്ഞാടെ കണ്ണിക്കേ വെയിലൊക്കെ ഒന്ന് കൊണ്ടുവന്ന് നോക്കിക്കൊണ്ട് നമ്മുടെ കൂണിൻ്റെ കോലം കരിഞ്ഞു പോവാറായിരിക്കും.
പക്ഷെ കരിഞ്ഞിട്ടില്ല, ടേസ്റ്റൊക്കെ ഉണ്ട്. നന്നായിട്ടൊന്ന് ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കറുത്ത കളറായി. ഇല്ല കേട്ടോ, എൻ്റെ ഫോണിപ്പോൾ സ്വിച്ച് ഓഫ് ആവാറായി, ചാർജ് തീർന്നു. ഇനി കറണ്ട് വന്നിട്ട് കാണാം. കറണ്ട് വൈകുന്നേരമായപ്പോൾ കേട്ടോ വന്നത്. പിന്നെ ഇന്നലെ അലക്കിയിട്ട് കുറേ തുണി ഉണ്ടായിരുന്നു. ഞാൻ തണുപ്പാവാറാകുമ്പോഴാണ് പോയി എടുക്കണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ തണുപ്പിന് മുന്നേ പോയി എടുക്കണം, എന്നാലാണ്, അല്ലെങ്കിൽ ഭയങ്കര തണുപ്പാണ്, തുണിയിൽ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ ആ കറണ്ട് വന്നപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ ഇവിടെ ഈ ടൈമിലാണ്, ഈ വൈകുന്നേരമാണ് നമുക്ക് വെള്ളവും വരിക കേട്ടോ. വെള്ളം വരുമ്പോൾ വാഷിംഗ് മെഷീനിൽ ഇടായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമ്മുടെ ടാങ്കത്തെ വെള്ളം അങ്ങോട്ട് കാലിയാവും. അങ്ങനെ ഒരു ദിവസം എൻ്റെ കാലിയായിപ്പോയി. ഞാൻ മേലത്തെ ടാങ്കൊന്നും എടുത്ത് വെള്ളം അങ്ങനെ തീർത്ത്. ഇപ്പോൾ അടുക്കളയിലേക്ക് ഒന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ വെള്ളം വരുന്ന ടൈമിലാണ്, രാവിലെ വൈകുന്നേരം നമുക്ക് വെള്ളം വരും കേട്ടോ. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇടുന്നത്. ഇപ്പം അങ്ങനെയാക്കി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും ആക്കില്ലായിരുന്നു. പിന്നെ നമുക്ക് ഇന്നത്തെ ഡിന്നർ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. സൺഡേ മേടിച്ച ചിക്കൻ ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചു കേട്ടോ. പിന്നെ അരി അരയ്ക്കാണ്ടായിരുന്നു. നാളെ നമ്മൾ അപ്പാണ് ഉണ്ടാക്കണത് കേട്ടോ. പിന്നെ ഈസ്റ്റ് കിട്ടിയില്ല എന്ന് ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് വന്ന ടൈമിൽ കേട്ടോ നമുക്ക്. പിന്നെ നമ്മൾ ഒരു ഷോപ്പിൽ പോയപ്പോൾ നമുക്ക് ഈസ്റ്റ് കിട്ടിയിട്ടപ്പോൾ കുറച്ച് കൂടുതൽ മേടിച്ചു കേട്ടോ. ഈ നൈനിന് പഠിക്കാനുണ്ട്, ഞാനിപ്പോൾ ട്യൂഷന് പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് ഹിന്ദി ഒന്നും അങ്ങനെ, ഹിന്ദി സ്റ്റോറിയൊക്കെ നമുക്ക് ഞാൻ യൂട്യൂബിൽ നോക്കി നൈനിനൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അല്ലാത്ത ഈ ഹിന്ദിയിൽ മാത്രമൊക്കെ നമ്മുടെ വലിയ ഹിന്ദിയൊക്കെ അതൊന്നും എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനൊന്നും അറിയില്ല, വലിയ കാര്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് ഞാൻ ട്യൂഷന് വിട്ടു കേട്ടോ. പിന്നെ നമ്മൾ ചിക്കന് വേണ്ടിയിട്ട്, ചിക്കൻ എൻ്റെ തട്ടിക്കൂട്ട് ചിക്കനാണ് കേട്ടോ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ചിക്കൻ വയ്ക്കുമ്പോഴേ കുറച്ച് കറുവപ്പട്ട, ഏലക്ക, പിന്നെന്താ ഗ്രാമ്പു ഒക്കെ ഇട്ടിട്ടുണ്ടാക്കി നോക്കണം കേട്ടോ. ബേ ലീഫ് ഉണ്ടെന്ന് തോന്നണം കേട്ടോ, ഓർമ്മയില്ല. അങ്ങനെ വെച്ചിട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റില്ലേ അതൊക്കെ ഇട്ടിട്ട് ഈ ചിക്കൻ ഞാൻ ചൂടുവെള്ളത്തിൽ കഴുകാറുണ്ട് കേട്ടോ. അതെൻ്റെ ഒരു ശീലമായിപ്പോയി, അതെന്താണെന്ന് എനിക്കറിയില്ല. ചിക്കൻ കഴുകാനും നന്നായി ക്ലീൻ ചെയ്യാൻ എനിക്കൊരു ഏകദേശം ഒരു 1/4 മണിക്കൂർ വേണ്ടി വരും കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ചിക്കൻ നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് ആ മസാലയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കുറേ നേരം ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിക്കരുത്. ഇപ്പോൾ അതിലിരുന്ന് നന്നായിട്ട് നമ്മളിങ്ങനെ കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അങ്ങനെ വെക്കണം. അപ്പോൾ അതിലത്തെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും, അതിലിരുന്ന് ചെറുതായി വെന്ത് വരും കേട്ടോ. ഞാൻ പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ചെറുതായിട്ട് എൻ്റെ ഒരു ഐഡിയയിൽ എന്തൊക്കെയോ മസാല ഇട്ടിട്ട് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇവിടെ ജീര റൈസ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ചോറ് വെക്കാൻ വിചാരിച്ചു. റൈസാണെങ്കിൽ ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെ പൊടി ഇടണമെന്ന് എനിക്കറിയില്ല, അതിൽ കണ്ട പൊടി എന്തൊക്കെയോ ഞാൻ ഇട്ടു കേട്ടോ. എൻ്റെ അടുത്ത് കുറേ പേര് മെസ്സേജ് അയച്ചു, ഈ പാത്രം ഇല്ലേ ഇത് നോൺ സ്റ്റിക്ക് അല്ല കേട്ടോ, ഇതിന് നോൺ സ്റ്റിക്കിൽ വുഡിൻ്റെ തവിയാണ് ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് നോൺ സ്റ്റിക്ക് അല്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ തവി ഉപയോഗിക്കുന്നത്. പിന്നെന്താ, നമ്മുടെ റൈസൊക്കെ റെഡി ആയിട്ട് വന്നു. പിന്നെ നമ്മൾ ഈ ചിക്കനിൽ ലാസ്റ്റ് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ കറി, അടിപൊളിയാണ്, നല്ല കളറും. ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടത്. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്, ചിക്കനും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഡിന്നർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്, ഇന്നാണ് എനിക്ക് സമയം കിട്ടിയത് എഡിറ്റ് ചെയ്യാൻ കേട്ടോ. പിന്നെ ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു ഉണ്ടിയപാത്രം മേടിക്കണം. അപ്പോൾ ഉമേശേട്ടൻ ഉണ്ടിയപാത്രം മേടിച്ചു തന്നിട്ട് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ കാശ് കൊടുക്കാം കേട്ടോ. അത് അത്ര രസമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ശരി, ടാറ്റാ, ബൈ ബൈ.